2025 നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇനി ഏതൊക്കെ മാർക്കിനെ ബേസ് ചെയ്ത് എനിക്ക് ഏതൊക്കെ റാങ്കുകളും അതുപോലെ ക്യാമ്പസും ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, കോഴ്സുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നതിനെക്കുറിച്ച് വളരെയധികം ആശങ്കയിലാണ്. നീറ്റ് എക്സാം 2025 കുറിച്ച് ആദ്യമായി തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ എക്സാമിനേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ എക്സാമിനേഷൻ പാറ്റേണിലേക്ക്, മുൻ വർഷങ്ങളിലെ പാറ്റേണിലേക്ക് തിരിച്ചുപോയി എന്ന് തന്നെ നമുക്ക് ഈ വർഷത്തെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കും. കാരണം കോവിഡിന് മുമ്പുള്ള 2018 വരെയുള്ള നീറ്റിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് നോക്കിയാൽ ആ ഒരു പാറ്റേണിലേക്കാണ് 2025 എക്സാമിനേഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ കോവിഡിൻ്റെ സാഹചര്യം 2018 ശേഷം എക്സാമിനേഷൻ കോവിഡിൻ്റെ സമയത്തൊക്കെ വളരെ എക്സാമിനേഷൻ ഈസി ആക്കുന്ന ഒരു പാറ്റേണിലേക്ക് വന്നു. 2024 അത് എക്സ്ട്രീം ലെവലിൽ ഇലക്ഷനും ഒക്കെ നടക്കുന്ന ആ സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ പാറ്റേണിലേക്കാണ് 2024 വന്നത്. അതുകൊണ്ട് തന്നെ 2025 എക്സാമിനേഷൻ ഒരല്പം ടഫ് ആകും എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അതേപോലെ ആൽഫ അക്കാഡമിയിലും നീറ്റിൻ്റെ എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ഒക്കെ ഒരു ടഫ് എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയത്. ഈ വർഷത്തെ ഫിസിക്സും നോക്കിയാൽ ടഫായിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. അതുപോലെ കെമിസ്ട്രിയും ടഫാണ്. ബയോളജി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മോഡറേറ്റ് പാറ്റേൺ എന്ന് പറയുന്നതിനേക്കാൾ ഒരല്പം കൂടെ ഹയർ ലെവലിലുള്ള എക്സാമിനേഷൻ പാറ്റേൺ ആയിരുന്നു നീറ്റിൻ്റെ 2025 എക്സാമിനേഷൻ. ഇനി ഈ പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ മാർക്ക്, ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നാം പഠിച്ച് സ്കോർ ചെയ്ത മാർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ അതേപോലൊരു കട്ട് ഓഫിലേക്കായിരിക്കും വിദ്യാർത്ഥികളുടെ മാർക്ക് എത്തുക. നമുക്കൊന്ന് 2018 ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ പൊസിഷൻ എന്തായിരുന്നു എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 2018 ജസ്മരിയ ബെന്നി സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1 കേരള സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് വരുന്നത് 56th റാങ്ക് ആയിരുന്നു. ആ 56th റാങ്ക് വാങ്ങിയ കേരളത്തിലെ ഹയസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 664 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കേരളത്തിൽ വന്ന 2018 സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് 664 ആയിരുന്നു. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം അറിയാം 720 കഴിഞ്ഞ വർഷം നമുക്കറിയാം 720 മാർക്ക് തന്നെ സ്കോർ ചെയ്യുന്ന കുട്ടികളെയാണ് ഫസ്റ്റ് റാങ്കിലും ടോപ്പ് റാങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പകരം ഓൾ ഇന്ത്യ എക്സാമിനേഷൻ്റെ പാറ്റേണിലേക്ക് ഒന്ന് തിരിച്ചു പോയപ്പോൾ 2018 നമ്മളൊന്ന് നോക്കിയാൽ അവിടെ 664 മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻ്റ് ആണ് കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 56 ആയിരുന്നു. ഇനി സെക്കൻഡ് റാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 657 ആണ് ആ കുട്ടിയുടെ നീറ്റിൻ്റെ സ്കോർ വന്നിരിക്കുന്നത്. അങ്ങനെ തേർഡ് റാങ്ക്, 4th, 5th അങ്ങനെ 10th വരെ മാർക്ക് ഒന്ന് നോക്കിയാൽ 10th റാങ്ക് വന്നിരിക്കുന്ന കേരളയുടെ 10th റാങ്ക് മുഹമ്മദ് ജാസിമിൻ്റെ 10th വന്നിരിക്കുന്നത് 650 മാർക്കുള്ള സ്റ്റുഡൻറ്റിനാണ് കേരളത്തിലെ 10ാമത്തെ റാങ്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് തന്നെ കഴിഞ്ഞ വർഷത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ 650 താഴെ വന്നിരിക്കുന്ന അല്ലെ 655 വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MBBS കിട്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം നിന്നിരുന്നത്. പക്ഷേ 2018 നമ്മൾ കമ്പയർ ചെയ്താൽ 650 മാർക്കാണ് 10th റാങ്ക് കേരളത്തിലെ 10th റാങ്ക് വന്നിരിക്കുന്നത്. ഇനി ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ജനറൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക്, ജനറൽ കാറ്റഗറിയിൽ അൺറിസർവേഡ് കാറ്റഗറിയിൽ എന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 600 മാർക്ക് വരെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഓൾ ഇന്ത്യ MBBS നമുക്കറിയാം ഇന്ത്യ മുഴുവനുള്ള 15% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാനാണ് ഓൾ ഇന്ത്യ റാങ്ക് കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം ഓരോ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റും ഉണ്ട്. ആ സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റേറ്റിലെ സീറ്റുകൾ ഫില്ല് ചെയ്യുക. ഓൾ ഇന്ത്യ റാങ്ക് വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 600 എബോവ് മാർക്കുള്ള എറൗണ്ട് ഇൻ ബിറ്റ്വീൻ ഒരു 5 to 10% വേരിയേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ഫസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വെച്ച് നോക്കിയാൽ 2018 വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും 2018 ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ കമ്പയർ ചെയ്താൽ ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ഏകദേശം സിമിലർ അല്ലെങ്കിൽ ഒരല്പം കൂടി ടഫായിട്ടുള്ള പാറ്റേണിലാണ് 2025 വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു അൺറിസർവേഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു 600 മാർക്കിന് എബോവ് ഉണ്ടെങ്കിൽ ഒരു ഓൾ ഇന്ത്യ 15% വെച്ചിട്ടുള്ള ഒരു MBBS സീറ്റിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമുക്കൊരു പ്രതീക്ഷിക്കാൻ സാധിക്കുക.
ഇതിന് തന്നെ OBC കാറ്റഗറി ആണെങ്കിൽ ഇതുപോലെ 600 to ഒരു 590 മാർക്ക് വരെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു OBC കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്കൊരു റിസർവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു മാർക്കിനനുസരിച്ച് ഒരു അഡ്മിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് തന്നെ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥി ആവുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് വൈസ് ഒരു എക്കണോമിക്കലി വീക്കായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 580 എബോവ് മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ വൈസ് ഒരു അഡ്മിഷൻ ഉള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ SC അല്ലെങ്കിൽ ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മുൻ വർഷങ്ങളിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 480 മാർക്ക് വരെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ വൈസ് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിന്റെ മാർക്കും റാങ്കും വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2018 ഗവൺമെന്റ് MBBS സീറ്റുകളിൽ നമുക്ക് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സീറ്റിൽ 801 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് സീറ്റിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് തന്നെ മറ്റുള്ള ക്യാമ്പസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം ഗവൺമെന്റ് സീറ്റിൽ 764 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ കോളേജുകളിലേക്ക് പോയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ 805 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് 2018 അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ മാർക്കുമായിട്ട് ഈ റാങ്കുമായിട്ട് ഈ വർഷത്തെ മാർക്കിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ ഒരു 500 എബോവ് മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു MBBS ഗവൺമെന്റ് സീറ്റിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഒരു 400 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് MBBSന്റെ സീറ്റിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2025 എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എക്സാമിനേഷൻ മോഡറേറ്റും എന്ന് പറയാൻ സാധിക്കത്തില്ല, അതിനേക്കാൾ ഒരല്പം ടഫ് ലെവലിലുള്ള എക്സാമിനേഷൻ. ക്വസ്റ്റ്യൻസ് ബയോളജിയൊക്കെ ലെങ്തി ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെയധികം വായിച്ചിട്ട് കുട്ടികൾക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു പാറ്റേണിലേക്ക്, അതായത് മുൻ വർഷങ്ങളിലൊക്കെ ആൽഫ അക്കാഡമിയിലെ 25 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാൽ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ എന്ന് പറയുന്നത് JEE എടുത്താലും JEE അഡ്വാൻസ് എക്സാമിനേഷൻ എടുത്താലും നീറ്റ് എക്സാം എടുത്താലും എല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, കുട്ടികളുടെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന പാറ്റേണിലുള്ള എക്സാമിനേഷൻ ആയിരുന്നു. അതിൽ നിന്നാണ് കോവിഡിന്റെ സാഹചര്യത്തിൽ ഇതെല്ലാം മാറി മറിഞ്ഞത്. അപ്പോൾ ആ പഴയ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കൃത്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുക. ഈ പാറ്റേണിൽ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ എക്സാം ഹാളിൽ ആ ടഫ്നെസ് പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ച് എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാം, 55 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ 500 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു വർഷം പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ എക്സാമിനേഷൻ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ 130 ക്വസ്റ്റ്യനെ ചെയ്യാൻ സാധിച്ചുള്ളൂ, അല്ലെ 140 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ വിട്ടുകളഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരോടൊന്നും പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കോൺഫിഡൻസോടെ ഇരിക്കൂ. ഈ വർഷത്തെ നീറ്റിന്റെ എക്സാമിനേഷന്റെ ആൻസർ കീ NTA പബ്ലിഷ് ചെയ്യട്ടെ, ഓൾ ഇന്ത്യ റാങ്കുകളും സ്റ്റേറ്റ് റാങ്കുകളും പബ്ലിഷ് ചെയ്യട്ടെ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ ടഫ് എക്സാമിനേഷന്റെ പാറ്റേണിൽ പ്രാക്ടീസ് ചെയ്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല സീറ്റുകൾ തന്നെയാണ്, നല്ല അഡ്മിഷൻസ് തന്നെയാണ്. അതുകൊണ്ട് കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. ഇനി നീറ്റ് എക്സാമിനേഷന്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്വിസ്റ്റായിട്ട് മാറിയ ഓരോ കാര്യങ്ങളും ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളെ ഇതോടൊപ്പം ഡിസ്കസ് ചെയ്യാൻ വരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് വെക്കേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലും അലോട്ട്മെന്റ് ടൈമിലും കൃത്യമായിട്ട് എനിക്കൊരു സീറ്റ് ലഭിക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി മുന്നോട്ട് ഈ വർഷത്തെ മാർക്ക് തീരെ എനിക്ക് കുറഞ്ഞു പോയി, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ എക്സ്പീരിയൻസ് 25 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് 2026 എക്സാമിനേഷൻ നിങ്ങളുടേതാക്കി മാറ്റാൻ കൃത്യമായ സ്ട്രാറ്റജിയോടെ വിജയം നേടിത്തരാൻ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് ലഭിക്കും. സബ്ജക്റ്റ് വൈസ് ഉള്ള അനലൈസിങ്ങും സബ്ജക്റ്റ് വൈസ് ഉള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസുകളും ഒക്കെ ആൽഫയിലെ എക്സ്പേർട്ട് ടീച്ചേഴ്സിന്റെ ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എല്ലാവർക്കും കോൺഫിഡൻസോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ പുതിയ അനലൈസിംഗ് ചാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.